പൊറാട്ട് വേഷങ്ങൾ തെരുവിലെത്തി സാമൂഹിക വിമർശനം നടത്തുന്നതിലൂടെ ശ്രദ്ധേയമായ പത്മശാലിയ പൊറാട്ടിന് കാസർകോട്ട് സമാപനമായി. പൂരോത്സവവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പൊറാട്ട് കാണാൻ ഇത്തവണ വലിയ തിരക്കായിരുന്നു. പൊതുജനങ്ങൾക്കിടയിൽ വിചിത്ര വേഷങ്ങൾ കെട്ടിയെത്തുന്ന പൊറാട്ട് വേഷക്കാർ. ആ വേഷത്തിന്റെ ധൈര്യത്തിൽ കൂടി നിൽക്കുന്ന നാട്ടുകാരോട് ചോദ്യങ്ങൾ ചോദിക്കുകയും വിമർശിക്കുകയും ചെയ്യുന്നവർ. മേമ്പൊടിക്ക് അശ്ലീലമാണെന്ന് തോന്നിയേക്കാവുന്ന പരാമർശങ്ങൾ. കാസർഗോഡ് പീലിക്കോട് പൂരോത്സവവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പത്മശാലിയ പൊറാട്ടിന് കോവിഡിന് ശേഷമുള്ള ഈ ഉത്സവകാലത്ത് വൻ ജനപങ്കാളിത്തമായിരുന്നു. അങ്ങനെ കയറാൻ കഴിയുന്നില്ല. ഞാൻ ഒരു ബംഗാളിനാക്കിയിട്ടുണ്ട്. ബംഗാളിയാണ് കാർഡ് മറ്റേതൊന്നും പ്രശ്നമില്ല. പണിയും നല്ല പണിയാണ്. വേഗം കയറുകയും ചെയ്യും, ഡബിൾ പണിയെടുക്കും. രയരമംഗലം ഭഗവതി ക്ഷേത്രം കാർത്തിക വിളക്കുത്സവത്തിലാണ് ആചാരപരമായ രീതിയിൽ വിവിധതരം പൊറാട്ടവേഷങ്ങൾ എത്തിയത്. പിലിക്കോട് തെരുസോമേശ്വരി ക്ഷേത്രത്തിൽ നിന്ന് തുടങ്ങിയ പൊറാട്ടിൽ ആചാരപരമായ വേഷങ്ങൾ മാത്രമല്ല, സമകാലിക വിഷയങ്ങൾ ഹാസ്യത്തിന്റെ മേമ്പൊടിയോടെ അവതരിപ്പിച്ച നിരവധി വേഷങ്ങളുമുണ്ടായിരുന്നു. പൈപ്പ് ഇങ്ങനെ നീട്ടടിക്കാൻ വേണ്ടിട്ട് ചെറിയ പൈപ്പ് അടിച്ചിരുന്ന കാര്യം. സമൂഹത്തിലെ ജീർണതകൾക്കെതിരെ പ്രതികരിക്കാൻ ജനത്തിന് കിട്ടുന്ന അവസരമാണ് പൊറാട്ട വേഷങ്ങളെന്ന് എഴുത്തുകാരനും അധ്യാപകനുമായ ബാലചന്ദ്രൻ എരവിൽ പറഞ്ഞു. ഈ വേഷങ്ങളുടെ ഒരു പ്രത്യേകത, അവർ എന്തൊക്കെയോ വിളിച്ചു പറയും. ആ വിളിച്ചു പറയുന്നതിൽ നേരിൻ്റെ നന്മയുണ്ട്. സത്യത്തെ മുറുകെ പിടിച്ചുകൊണ്ട് സമൂഹത്തിലെ ജീർണതകൾക്കെതിരെ സ്വയം തുറന്നു പറയാനുള്ള ഒരു അവകാശം കൂടി അവർക്ക് ലഭിക്കുന്ന ഒരു ദിവസമാണ്. ഇത് കേൾക്കാൻ ഒരു നാടോ അല്ലെങ്കിൽ ഒരു സമൂഹം ഒന്നടങ്കം ഈ പിലിക്കോട്ടെയും നീലേശ്വരത്തെയും ഒക്കെ പൂരക്കാഴ്ചകളിലേക്ക് എത്തുന്നു. പിന്നെ ഇപ്പോൾ ചെറുപ്പക്കാരോട് പറയാനുള്ളത്, നിങ്ങൾ വെടിപൊട്ടിക്കുമ്പോ ഇടക്കിടക്ക് വാണം വിടുമ്പോ നിങ്ങൾ ഓർമ്മിക്കണം, ഉണ്ണിയാർച്ചര കടന്നിട്ട് മലത്തിന് കമിച്ചിട്ടില്ല വെട്ടി. അഷ്ടകൂടം ഭഗവതി, ചേകോന്മാർ, വാഴപ്പോതികൾ, കേളിപാത്രം തുടങ്ങിയ ആചാരവേഷങ്ങളാണ് ആദ്യമെത്തിയത്. ശാലിയ തെരുവുകളിലെ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെടുത്തിയാണ് പൂരക്കാലത്ത് പൊറാട്ട് നടക്കുന്നത്. ഇതിന്റെ തുടക്കവും ഒടുക്കവും കാസർഗോഡ് പിലിക്കോടാണ്. ഇത്തവണത്തെ പൊറാട്ടം അവസാനിക്കുന്നത് രയരമംഗലം കാർത്തിക വിളക്കുത്സവത്തിനെത്തിയ ആയിരങ്ങൾക്ക് ചിരിക്കാനും ചിന്തിക്കാനും വക നൽകിയാണ്. കേരള വിഷൻ ന്യൂസ്, കാസർഗോഡ്.